വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനവുമായി കോൺഗ്രസ് പ്രവർത്തകർ. കൊച്ചി നെട്ടൂരിലും കണ്ണൂർ ഇരിട്ടിയിലും തൃശൂർ കടവല്ലൂരിലും പ്രവർത്തകർ തെരുവിലിറങ്ങി. പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്ന് ഫ്ലക്സ് ബോർഡ് ഉയർത്തിയായിരുന്നു കൊച്ചിയിലെ പ്രതിഷേധം. കെ.സിയുടെ നാടായ പഴയങ്ങാടിയിലടക്കം പ്രകടനത്തിന് പ്രവർത്തകർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ഇരിട്ടിയിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ, തൃശൂർ കടവല്ലൂരിൽ നിന്ന് എം കെ ഷുക്കൂർ, എറണാകുളം നെട്ടൂരിൽ നിന്ന് സിബി ജോസഫ് എന്നിവർ ചേരുകയാണ്. ആദ്യം ബിജീഷ് ഗോവിന്ദനിലേക്ക് പോവുകയാണ്. ബിജീഷ്, KPCC പ്രസിഡന്റിന്റെ നാട്ടിൽ ഇരിട്ടിയിൽ പെരാവൂർ മണ്ഡലത്തിൽ അവിടെ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഒരു പ്രകടനം, 19-ലധികം ആളുകൾ പങ്കെടുത്ത ഒരു വലിയ പ്രകടനം ഇരിട്ടി ടൗണിൽ. എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്? ഒപ്പം തന്നെ എന്തുകൊണ്ട് KPCC പ്രസിഡന്റിന്റെ നാട്ടിൽ എന്നുള്ള ചോദ്യവും. മഹേഷ്, ഇത് തെരഞ്ഞെടുപ്പിൽ മികവാർന്ന ഒരു വിജയം നേടിയ UDF-ന് നാണക്കേടുണ്ടാക്കുന്ന നിലപാടാണ് ഇപ്പോൾ നേതൃത്വം കാണിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രവർത്തകർ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പേരാവൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഇരിട്ടി ടൗണിൽ ഈ പ്രകടനം നടത്തിയത്. 100-100ഓളം വരുന്ന പ്രവർത്തകരുണ്ടായിരുന്നു. ഭാരവാഹിത്വം വഹിക്കുന്ന ചിലർ ഈ പ്രകടനത്തിന് പിന്നിലുണ്ട്. പക്ഷെ അവരാരും മുൻനിരയിലേക്ക് വന്നില്ല. അത് പാർട്ടിയുടെ അച്ചടക്ക ലംഘനമായി പോവുകയേക്കാം എന്നുള്ളൊരു ആശങ്ക കൊണ്ടാണ് അവർ പ്രകടനത്തിന് മുൻനിരയിലേക്ക് വരാതിരുന്നത്. പക്ഷേ കൃത്യമായിട്ട് പേരാവൂർ മേഖലയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇരിട്ടി മേഖലയിൽ നിന്നുള്ള പ്രവർത്തകർക്കിടയിൽ വി.ഡി. സതീശന് അനുകൂലമായിട്ടുള്ള നിലപാടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ ഈ പരസ്യ പ്രതിഷേധം. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പരസ്യ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള സന്ദേശങ്ങൾ ഈ ഇരിട്ടിയിൽ നടന്ന പ്രകടനവുമായി ബന്ധപ്പെട്ടാണ് പ്രചരിച്ചത്. അത് ഇരിട്ടി മേഖലയിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പേരാവൂരിലെ കോൺഗ്രസുകാർ എന്ന പേരിലായിരുന്നു ഈ സന്ദേശം വന്നത്. സന്ദേശത്തിന് പിന്നാലെ തന്നെ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ആൾക്കാരെ സംഘടിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഈ പ്രകടനക്കാരെ പിന്തിരിപ്പിക്കുന്നതിനുള്ള നീക്കം ചില മേഖലകളിൽ നിന്ന് നടന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ഈ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിന് നിൽക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിന് ഈ 100-100ഓളം വരുന്ന പ്രവർത്തകർ ഇരിട്ടി ടൗണിലെത്തിയത്. വലിയ തരത്തിൽ ഈ വി.ഡി. സതീശന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തകർ രംഗത്ത് വന്നത്. ഒപ്പം തന്നെ പ്ലക്കാർഡുകളും ഉണ്ടായിരുന്നു. പ്ലക്കാർഡിനകത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയ്ക്കൊപ്പം വി.ഡി. സതീശന്റെ ഫോട്ടോ കൂടി ചേർത്തുകൊണ്ടുള്ള പ്ലക്കാർഡുകളാണ് ഇവർ ഉയർത്തിയിരുന്നത്. പട നയിച്ചവൻ ഭരിക്കട്ടെ എന്നുള്ളതാണ് ആ പ്ലക്കാർഡിനകത്തുണ്ടായിരുന്ന വാക്യങ്ങൾ. ഏതായാലും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാതെ ഇത്തരത്തിൽ ഒരു പാർട്ടിക്കും അതുപോലെ തന്നെ മുന്നണിക്കും അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ അനിയന്ത്രിതമായി നീട്ടിക്കൊണ്ടു പോകുന്നത് പ്രവർത്തകർക്കിടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നതാണ് ഈ പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യവും അതുപോലെ തന്നെ പ്രവർത്തകരുടെ പ്രതികരണവും. നാളെ പഴയങ്ങാടിയിൽ KC വേണുഗോപാലിന്റെ നാട്ടിൽ ഇത്തരത്തിൽ പരസ്യമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്, വി.ഡിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പ്രവർത്തകർ. കണ്ണൂർ ജില്ലയിൽ പലയിടത്തും വ്യാപകമായി വി.ഡി. സതീശന് അനുകൂലമായുള്ള പ്രകടനത്തിന് ആഹ്വാനം ചെയ്യുന്നു പ്രവർത്തകർ എന്നുള്ളതാണ് ഇപ്പോൾ